Hi everybody. Today we are going to discuss about calorific value of a fuel. എന്താണ് calorific value എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Calorific value എന്ന് പറയുന്നത് എന്താണ്? It is the amount of heat given out by the complete combustion of 1 kilogram of any fuel, which is expressed in terms of kilojoule per kilogram of fuel. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1 kilogram of any fuel burn ചെയ്യുമ്പോൾ produce ചെയ്യുന്ന heat energy in kilojoule. That is known as calorific value of a fuel. അത് gaseous fuelന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ്. കാരണം വെച്ചാൽ gaseous fuel നമ്മൾ വോളിയത്തിലാണല്ലോ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു മീറ്റർ ക്യൂബ് ഓഫ് gaseous fuel ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഇൻ കിലോ ജൂൾ. ഓക്കെ, ഇനി there are രണ്ട് ടൈപ്പ് ഓഫ് calorific വാല്യൂ ഉണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് വൺ ഈസ് ദ ഗ്രോസ് ഓർ ഹയർ calorific value എന്ന് പറയും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ HCV, gross or higher calorific value, and second one is the net or lower calorific value, which is denoted by LCV, lower calorific value. Okay, അപ്പോൾ നമുക്ക് രണ്ടിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഗ്രോസ് ഓർ ഹയർ calorific value. നോക്കാം. The amount of heat produced by the complete combustion of 1 kilogram of fuel when the product of its combustion are cooled down to the temperature of supplied air or atmospheric air is called higher calorific value. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ഉണ്ടാവും, അതോടൊപ്പം ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കാം. സപ്പോസ് നമുക്ക് മീഥൈൻ ആണ് നമ്മുടെ ഫ്യൂവൽ. മീഥൈൻ നമ്മൾ ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് കമ്പൈൻ വിത്ത് ഓക്സിജൻ. അങ്ങനെ മീഥൈൻ എന്ന ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും സ്റ്റീമും. അതോടൊപ്പം തന്നെ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സം amount of heat energy also. ഓക്കെ, അപ്പൊ in addition to this heat energy, if we are able to absorb or retrieve the heat of this product of combustion, that is carbon dioxide. ഈ കാർബൺ ഡൈ ഓക്സൈഡിലൂടെയുള്ള പുറത്തേക്ക് പോകുന്ന ഹീറ്റ് എനർജിയും അതുപോലെ തന്നെ സ്റ്റീമിലൂടെ പുറത്തേക്ക് പോകുന്ന ഹീറ്റ് എനർജിയും കൂടി നമുക്ക് അബ്സോർബ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് ടോട്ടൽ ഹീറ്റ് എനർജി ഈസ് നോൺ ആസ് ദി ഹയർ calorific വാല്യൂ. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും when a fuel is burned, എന്താണ് along with heat. ഞാൻ പറഞ്ഞു ഹീറ്റ് എനർജി. along with heat some hot flue gases are also produced. അതാണ് നമ്മൾ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, പിന്നെ the water which takes up some of the heat evolved is converted into steam. അപ്പൊ അതോടൊപ്പം തന്നെ ചിലപ്പോൾ വാട്ടർ ഉണ്ടെങ്കിൽ അത് സ്റ്റീം ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ the heat is recovered from flue gases, ദാറ്റ് മീൻസ് നമ്മളെ എക്സാമ്പിളുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഹീറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആൻഡ് സ്റ്റീം ഈസ് കണ്ടൻസ്ഡ് ബാക്ക് ടു വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. സ്റ്റീം പിന്നെ റൂം ടെമ്പറേച്ചറിൽ കണ്ടൻസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റീം എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് പറഞ്ഞത് ഇൻ അഡീഷൻ ടു ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്, if the heat is recovered from the flue gases, നമുക്ക് ആ ഫ്ലൂ ഗ്യാസസ് എന്നുള്ള ഹീറ്റും റിക്കവർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആ സ്റ്റീം എന്നുള്ള ഹീറ്റും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് സ്റ്റീം ഈസ് കണ്ടൻസിങ്. അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ then the amount of total heat produced is called higher calorific value. ഓക്കെ, ഇപ്പൊ എന്താണ് ഹയർ calorific value എന്നുള്ളത് മീൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നുകൂടി അതിന്റെ ഡെഫിനേഷൻ പറയാം. The amount of heat produced by the complete combustion of 1 kilogram of fuel, ഇതിന് കോമൺ ആയിട്ട് ഇതുവരെ നമുക്ക് calorific value എന്ന് പറയും. When the product of its combustion are cooled down to the temperature of supplied air or atmospheric air is called higher calorific value. Okay, ഇനി നമുക്ക് വെച്ചാൽ ഈ ഹയർ calorific value ഉള്ള ഇക്വേഷൻ നോക്കാം. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹയർ calorific value is equal to 33,800 C plus 1,44,000 H2 plus 9270 S kilojoule per kilogram. ഇത് എങ്ങനെ വെച്ചാൽ where C means mass of carbon, H2 means mass of hydrogen, S means mass of sulfur.
where C, H2 and S represent the mass of carbon, hydrogen and sulfur in 1 kilogram of fuel, and the numerical value, that means this 33,800, 1,44,000 and 9270. That numerical value indicate their respective calorific value. That means carbon calorific value is 33,800 kilojoule per kilogram. Hydrogen calorific value is 1,44,000 kilojoule per kilogram. Sulfur calorific value is 9270 kilojoule per kilogram. ഇതെന്തുകൊണ്ടാണ് കാർബണും ഹൈഡ്രജനും സൾഫറും മാത്രമായിട്ട് വന്നത്? ഞാൻ പറഞ്ഞിരുന്നു ഫ്യൂൽ മീൻസ് ഹൈഡ്രോകാർബൺ ഫ്യൂൽസ് ആണ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇൻ അഡീഷൻ ടു ദിറ്റ് ഇറ്റ് മേ കണ്ടെയ്ൻ സം precipitate of sulfur. അപ്പൊ അതുകൊണ്ടാണ് സൾഫർ ഇവിടെ വന്നത്. ഓക്കെ, ഇനി if the fuel contains oxygen, suppose ഈ ഫ്യൂവലിൽ ഓക്സിജൻ ഉണ്ട് എന്ന് വെക്കട്ടെ, then it is assumed that the whole amount is combined with hydrogen having mass equal to 1/8 of that oxygen. ഓക്കെ, അപ്പൊ എന്താണ് നീ ചെയ്യണമെന്ന്, സപ്പോസ് നമ്മൾ ഫ്യൂവലിൽ കുറച്ച് ഓക്സിജൻ കണ്ടന്റ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓക്സിജൻ എന്ത് ചെയ്യും, ആ ഫ്യൂവലിലുള്ള ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് വാട്ടർ ആയിട്ട് മാറും. അപ്പൊ എത്രത്തോളം ഹൈഡ്രജൻ ഉണ്ടോ, അപ്പൊ എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ, ആ ഓക്സിജനെ കംപ്ലീറ്റ് വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ട ഹൈഡ്രജനും ഫ്യൂവലിൽ തന്നെ എടുക്കും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് ഹൈഡ്രജൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ള, അതായത് ആൾറെഡി ഫ്യൂവലിലുള്ള ഓക്സിജനെ വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എത്ര ഹൈഡ്രജൻ എടുത്തു, ബാക്കിയുള്ള ഹൈഡ്രജനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ കഴിയുള്ളൂ, ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് സപ്പോസ് 2H2 plus O2 will give 2H2O. ദാറ്റ് മീൻസ് നമുക്കറിയാം 1 gram ഓക്സിജന് 1/8 gram ഓഫ് ഹൈഡ്രജൻ വേണം. 1 gram ഓക്സിജന് 1/8 gram ഓഫ് ഹൈഡ്രജൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 gram ഹൈഡ്രജന് 1/8 gram ഓഫ് ഓക്സിജൻ വേണം. അപ്പൊ നമുക്ക് ആ ഓക്സിജനെ നമുക്ക് പിന്നെ വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യാൻ എത്രത്തോളം ഹൈഡ്രജൻ എടുക്കുന്നുണ്ടോ അത് മൈനസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജനെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതായത് ആ സമയത്ത് സപ്പോസ് ഈ ഫ്യൂവലിൽ ഓക്സിജൻ കൂടെ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വിൽ ബിക്കം ഹയർ calorific value equal to 33,800 C plus 1,44,000 H2 minus O2 by 8, where H2 എന്ന് പറഞ്ഞാൽ mass of hydrogen, O2 means mass of oxygen in fuel divided by 8. Okay, plus പിന്നെ നമുക്ക് 9270 into S ആയിരിക്കും മാറും. അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഫ്യൂവലിൽ ഓക്സിജൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓക്സിജന് അതിൽ നിന്നുള്ള ഒരു പോർഷൻ ഓഫ് ഹൈഡ്രജനോട് എടുത്തിട്ട് അത് വാട്ടർ ആയി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് റിമൈനിങ് മാസ് ഓഫ് ഹൈഡ്രജനെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് we can discuss about net or lower calorific value. Okay, അപ്പൊ എന്താണ് lower calorific value നോക്കാം. When the heat absorbed by the product of combustion is not recovered and steam formed during combustion is not condensed, then the amount of heat obtained per kilogram is called lower calorific value. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്, സപ്പോസ് ഈ കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയിൽ ഈ ഹീറ്റ് എനർജി മാത്രമേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റിനും അതുപോലെ തന്നെ സ്റ്റീമിലൂടെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിലൂടെയും ഈ സ്റ്റീമിലൂടെയും കൂടി മിസ്സായി പോകുന്ന ഈ ഹീറ്റ് കണ്ടന്റ് നമുക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹീറ്റ് എനർജിക്കാണ് എന്ത് പറയാ, ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ലോവർ calorific value, that means ഒന്നുകൂടി പറയാം, when the heat absorbed by the products of combustion is not recovered and steam formed during combustion is not condensed, that means steamലുള്ള heat energy നമുക്ക് recover ചെയ്യാൻ പറ്റിയില്ല, then the amount of heat obtained per kilogram is called lower calorific value. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, lower calorific value will be less than that of higher calorific value. So the equation of lower calorific value will become higher calorific value minus heat of steam formed during combustion. അപ്പൊ ആ സ്റ്റീം ഒരു പോർഷൻ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റീമിന്റെ കൂടെ ഹീറ്റ് എനർജി ലോസ് ആയി പോകും. ആ ഹീറ്റ് എനർജി എത്രയാണോ അത് ഹയർ calorific value മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ we will get lower calorific value. So lower calorific value is equal to higher calorific value minus mass of steam into 2466 kilojoule per kilogram. ഓക്കെ, അപ്പൊ ഈ മാസ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആണ് നമുക്കറിയാം മാസ് ഓഫ് എത്ര മാസ് ഓഫ് സ്റ്റീം ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഹയർ കാലോറിഫിക് വാല്യൂ മൈനസ് 9H2 മീൻസ് H2O ഒരു H2 ബാക്കി 8 ഒരു ഓക്സിജൻ കണക്കാക്കിയിട്ട് 8H2 കൂടി. അപ്പൊ ടോട്ടൽ 9H2 വിൽ ബി ദ മാസ് ഓഫ് സ്റ്റീം. അപ്പൊ നമുക്ക് ആ ഫ്യൂവലിലുള്ള ഹൈഡ്രജന്റെ മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈഡ്രജന്റെ മാസിനെ 9 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും മാസ് ഓഫ് സ്റ്റീം പ്രൊഡ്യൂസ്ഡ് കിട്ടും. H2O ഒക്കെ ഈക്വലന്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ 9 minus 9 into mass of hydrogen into 2466 kilojoule per kilogram. Where 2466 kilojoule per kilogram എന്ന് പറഞ്ഞാൽ latent heat of steam at standard temperature. നമുക്കറിയാം latent heat of steam എന്ന് പറഞ്ഞാൽ എന്താണ്? 1 kilogram of വാട്ടറിനെ ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം അതിനെ സ്റ്റീം ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഹീറ്റ് എനർജി. ദാറ്റ് ഈസ് ദ latent heat of steam. ദാറ്റ് ഈസ് ദ ഹീറ്റ് കണ്ടന്റ് ഓഫ് സ്റ്റീം. അപ്പൊ നമുക്ക് ഈ സ്റ്റീമിന്റെ മാസിനെ അതിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ടോട്ടൽ ഹീറ്റ് എനർജി ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റീം വിൽ ഗെറ്റ്. So if you are reducing that heat energy formed or heat of steam formed during combustion from higher calorific value, we will get to lower calorific value. So the equation of lower calorific value will be equal to higher calorific value minus 9H2 into, where H2 means the mass of the hydrogen, into 2466 kilojoule per kilogram. This is the equation for lower calorific value. Okay. ഇനി നമുക്ക് അതൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഗ്രോസ് ഓർ ഹയർ കാലോറിഫിക് വാല്യൂ ഇസ് ഈക്വൽ ടു 33,800 C plus 1,44,000 H2 plus 9270 S. C means mass of carbon, H2 means mass of hydrogen, S means mass of sulfur in 1 kilogram of fuel. Okay. ഇനി അതില് ഫ്യൂവലിൽ ഓക്സിജൻ കണ്ടന്റ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബിക്കം ഈ ടേമിൽ എന്താവും ഹൈഡ്രജന്റെ മാസ് ഓക്സിജന്റെ മാസ് ഡിവൈഡ് ബൈ 8 മൈനസ് ചെയ്യണം. ഓക്കെ, അതായിരിക്കും എന്ത് ഹയർ കാലോറിഫിക് വാല്യൂനുള്ള ഇക്വേഷൻസ്. ഓക്കെ, പിന്നെ ലോവർ കാലോറിഫിക് വാല്യൂനുള്ള ഇക്വേഷൻസ് നമ്മൾ ഇവിടെ കാണിച്ചു. ഇനി അതിലൊരു പ്രോബ്ലം ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്യൂവൽ കൺസിസ്റ്റ് ഓഫ് 85% കാർബൺ, 12.5% hydrogen, 2.5% residual matter by mass. Find the higher calorific value and lower calorific value per kilogram of fuel. 1 kilogram of fuel inde higher calorific value, lower calorific value ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ സപ്പോസ് ഫ്യൂവൽ 1 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 85% കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ 0.85 കിലോഗ്രാം ഓഫ് കാർബൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 12.5% മീൻ 0.125 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ഉണ്ടാകും. അതുപോലെ തന്നെ അതിലെ റെസിഡ്യൂവൽ മാറ്റർ എത്ര ഉണ്ടായിരിക്കും? 2.5% മീൻ 0.025 കിലോഗ്രാം. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഓക്സിജൻ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും? ഹയർ കാലോറിഫിക് വാല്യൂള്ള ഇക്വേഷൻ 33,800 C plus 1,44,000 H2 plus 9270 S. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് സി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് കാർബൺ. H2 മീൻസ് മാസ് ഓഫ് ഹൈഡ്രജൻ, S മീൻസ് മാസ് ഓഫ് സൾഫർ. ഇവിടെ സൾഫർ തന്നിട്ടില്ലല്ലോ, അപ്പൊ സൾഫർ ഇല്ല. അങ്ങാവുമ്പോ സൾഫറിന്റെ മാസ് 0 എടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 33,800 ഇൻറ്റു മാസ് ഓഫ് കാർബൺ എത്രയാണ്? 0.85 കിലോഗ്രാം പ്ലസ് 1,44,000 ഇൻറ്റു മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 0.125 ഗ്രാം പ്ലസ് സൾഫറിന്റെ ഇല്ല 0. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 46,730 kilojoule per kilogram. That is the higher calorific value. Next we can go to lower calorific value. Lower calorific value means what is the equation? Higher calorific value minus 9 into mass of hydrogen into 2,466 kilojoule per kilogram. അപ്പൊ നമുക്ക് ഹയർ കാലോറിഫിക് വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 46,730 മൈനസ് 9 ഇൻറ്റു മാസ് ഓഫ് ഹൈഡ്രജൻ. മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 0.125 കിലോഗ്രാം ഇൻറ്റു 2,466 എന്ന് പറയുന്നത് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം ആണ്. അതുകൂടെ കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 43,955.75 കിലോജൂൾ പെർ കിലോഗ്രാം. അപ്പൊ നമുക്കറിയാം ഹയർ കാലോറിഫിക് വാല്യൂവിനേക്കാളും നമുക്ക് സ്റ്റീമിലൂടെ പോകുന്ന ഹീറ്റ് എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ലോവർ കാലോറിഫിക് വാല്യൂ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം.
Second problem. ഞാൻ വായിക്കാം. A sample of coal has the following composition by mass. ഇത് coal ആണ് ഫ്യൂവൽ. ആ ഫ്യൂവലുള്ള കോമ്പോസിഷൻ പറഞ്ഞിട്ടുള്ളത്. കാർബൺ 75% ഉണ്ട്, ഹൈഡ്രജൻ 6% ഉണ്ട്, ഓക്സിജൻ 8%, നൈട്രജൻ 2.5%, സൾഫർ 1.5%, ആഷ് 7%. Then calculate its higher calorific value and lower calorific value per kilogram of coal. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആരെയും പറഞ്ഞു 1 കിലോഗ്രാം കോളിലുള്ള ഹയർ കാലോറിഫിക് വാല്യൂ, 1 കിലോഗ്രാം കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹയർ കാലോറിഫിക് വാല്യൂ, ലോവർ കാലോറിഫിക് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓക്സിജൻ തന്ന, നൈട്രജന്, സൾഫർ, ആഷ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കപ്പോ ഓരോന്നും എടുത്ത് നമുക്ക് ആവശ്യമുള്ള എന്താണ്, കാർബൺ ഉണ്ടെങ്കിൽ കാർബണിന്റെ വേണം, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ വേണം, ഓക്സിജൻ ഓക്സിജൻ വേണം, സൾഫറും വേണം. പിന്നെ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത എന്താണ്, ആഷും നൈട്രജനും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത്, നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് എഴുതാം. മാസ് ഓഫ് കാർബൺ, കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഹയർ കാലോറിഫിക് വാല്യൂ ഈക്വൽ 33,800 C പ്ലസ് 1,44,000 ഇൻറ്റു ബ്രാക്കറ്റിൽ H2 മൈനസ് O2/8 വരാൻ കാരണം എന്താണ്, ഇവിടെ ഫ്യൂവലിൽ ഓക്സിജൻ 8% ഉണ്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്ലസ് 9270 S. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാസ് എടുത്ത് എഴുതാം. 1 കിലോഗ്രാം ഓഫ് ഫ്യൂവലിൽ 0.75 കിലോഗ്രാം ഓഫ് കാർബൺ ഉണ്ട്. മാസ് ഓഫ് ഹൈഡ്രജൻ എത്ര, 6% മീൻസ് 0.06 കിലോഗ്രാം. Mass of oxygen 8% means 0.08 kilogram. Mass of sulfur 1.5% means 0.015 kilogram. Our equation will be HCV equal to this one. Then by substituting the value of C, H2, O2 and F, we can get 33,800 into 0.75 carbon plus 1,44,000 into H2, hydrogen 0.06 minus oxygen 0.08 divided by 8, bracket close here, 9270 into sulfur mass 0.015. This is our solve, we will get to 32,689.05 kilojoule per kilogram. So higher calorific value. In lower calorific value in equation നമുക്കറിയാം, lower calorific value equal to higher calorific value minus 9 into mass of hydrogen into 2466. അപ്പോൾ ഹയർ കാലോറിഫിക് വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 32,689.05 minus 9 into what is mass of hydrogen. Hydrogen equal to 0.06 kilogram into 2466, which is the latent heat of steam. This നമ്മൾ solve ചെയ്യുമ്പോൾ we will get 31,357.41 kilojoule per kilogram. ഇങ്ങനെയാണ് നമുക്ക് ഹയർ കാലോറിഫിക് വാല്യൂ, ലോവർ കാലോറിഫിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ രണ്ട് പ്രോബ്ലം ഈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഹയർ കാലോറിഫിക് വാല്യൂയും ലോവർ കാലോറിഫിക് വാല്യൂവിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രോബ്ലം ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും തരുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ദിസ് അബൌട്ട് കാലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കാലോറിഫിക് വാല്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram ഓഫ് ഫ്യൂവൽ. ഓക്കെ, അപ്പൊ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. അത് ഗ്യാഷ്യസ് ഫ്യൂവൽ ആണെങ്കിൽ ഇറ്റ്സ് യൂണിറ്റ് വിൽ ബി കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ്. രണ്ട് ടൈപ്പ് കാലോറിഫിക് വാല്യൂ ഉണ്ട്, ഹയർ കാലോറിഫിക് വാല്യൂ, ലോവർ കാലോറിഫിക് വാല്യൂ. ഓക്കെ, അപ്പൊ ഹയർ കാലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് by burning of 1 kilogram of fuel can be recover ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഹയർ കാലോറിഫിക് വാല്യൂ. ഈ ഹയർ കാലോറിഫിക് വാല്യൂ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റനും അതുപോലെ തന്നെ സ്റ്റീമും, മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റീമാണ് എടുക്കുക. സ്റ്റീമിലൂടെ ലോസ് ആയി പോകുന്ന ഹീറ്റ് എനർജി റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിഡക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലോവർ കാലോറിഫിക് വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. രണ്ട് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ.